അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിലോട്ട് നമ്മൾ നേരെ പോവുകയാണ്. ഓക്കെ, ഇസ്ലാമിക വേഷവിധാനം ധരിക്കണം എന്ന് ആയിരക്കണക്കിന് മിമ്പറുകളിൽ നിന്ന് കേട്ടിട്ട് ഞാനിതാ എനിക്കിഷ്ടമുള്ള പോലെയാണ് ജീവിക്കുക. എനിക്കറിയാം മുഖവും മുൻകൈയൊഴിക ബാക്കി ഭാഗങ്ങൾ മറക്കണമെന്ന്. അത് മറച്ചാൽ പിന്നീട് മുമ്പിലുള്ള മുടി കാണാൻ പാടില്ല എന്ന്. ഞാൻ വസ്ത്രം ധരിച്ചാൽ അതെന്റെ ആങ്ങളയുടെ കൂടെ ബൈക്കിൽ പോകുമ്പോഴും എന്റെ ഉപ്പയുടെ കൂടെ ബൈക്കിൽ പോകുമ്പോഴും ിരിക്കുന്ന ഒരാൾക്ക് എന്റെ കാലിന്റെ വിരുദ്ധമായ ഭാഗങ്ങൾ കാണാൻ പാടില്ല. എന്റെ പിന്നിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് എന്റെ ആർക്കാണ് അതിനൊക്കെ സമയമുള്ളത്? എന്റെ പൊന്നുമോൻ, ഇത് എന്താടാ ഇതെന്താ കാരണം? കുറെ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ വരും. ഇത് പണിയുള്ളവർക്കൊന്നും സമയമില്ല. ആർക്കും, എല്ലാവർക്കും പണിയുണ്ട്. ഇതൊക്കെ ചുമ്മാ വസ്ത്രം പുഴയ്ക്ക് കാണാൻ പാടില്ല. അത് പ്രവാചകൻ നിരോധിച്ചതാണ്. കഴിഞ്ഞില്ല. പ്രവാചകൻ പറഞ്ഞു ശമിച്ചു ആരെ? പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയുടെ അതായത് നമ്മള് പുരുഷന്റെ ഡ്രസ്സ് ഇടുന്ന ആൾക്കാർ, അതായത് സ്ത്രീകളെ, അതായത് ഏതൊക്കെയോ സമയത്ത് എന്താ പറയാ, നമ്മുടെ ഏതൊക്കെയോ സ്കൂളുകളിൽ എന്തോ ആണെങ്കിലും അതേ ഡ്രസ്സുള്ള അതായത് പെണ്ണുങ്ങൾക്കും ആക്കി. അപ്പോൾ അത് ഇവരൊക്കെ അതിനൊരു കാരണമുണ്ട്. കാരണം ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ആണുങ്ങളുടെ ഡ്രസ്സ് ഇടുന്നവരെ പെണ്ണുങ്ങളെ ശപിച്ചിട്ടുണ്ട്. ആര്? റസൂൽ ശപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സഹോദരിമാരെ, നമ്മുടെ നാട്ടിൽ ട്രെൻഡായി കഴിഞ്ഞു ജീൻസ് ഇട്ടുകൊണ്ട് നടക്കുന്ന സഹോദരിമാർ. അറിയില്ലാത്തത് കൊണ്ടായിരിക്കും. അറിയുക, ഓരോ ജീൻസ് നല്ല സാധനമാണ്. കാരണം നമുക്ക് അലക്കൊന്നും വേണ്ട, നല്ല അടിപൊളി സാധനമാണ്. പിന്നെ ഭയങ്കര മൂഡ് കീർത്തില്ല, അതൊക്കെയാണ് ഭയങ്കര ഉപകാരമാണ്. അതുകൊണ്ട് ആണ് നമ്മളെ ജീൻസ് ഇടുന്നത്. അല്ലാതെ എന്താണത്? അതുകൊണ്ട് ഇപ്പൊ ഈ വീഡിയോയ്ക്ക് അനുസരിച്ചാണെങ്കിൽ സ്ത്രീകളായ നിങ്ങൾ എന്ത് നിർത്തണം. അതായത് ഈ ജീൻസ് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടുന്നത് നിർത്തണം. നിങ്ങൾ മാന്യമായിട്ട് പറ്റേ പറഞ്ഞിട്ട് നടക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. ഈ വസ്ത്രം മാന്യതയായിരിക്കണം. ഇനി പെൺകുട്ടികൾക്ക് നിങ്ങൾക്ക് അതിലൊരു കൺഫ്യൂഷൻ, അതായത് വസ്ത്രം മാന്യമായിരിക്കണം. അതായത് നമ്മൾ ഇട്ട് കിടക്കുന്ന ഡ്രസ്സ് മാന്യമായിരിക്കണം. അപ്പോൾ മാന്യമല്ലാത്ത ഡ്രസ്സ് എന്താണോ ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, നമ്മൾ തന്നെ ചെയ്യുന്ന എന്താ അതായത് പ്രത്യേകത എന്ന് നമുക്ക് തോന്നും. നമ്മൾ സാധാരണ മനുഷ്യരല്ലേ. ഇറ്റ്സ് ഓക്കെ. അപ്പൊ എന്നാ നമുക്ക് ബെസ്റ്റ് ആണോ എന്നറിയാൻ പെൺകുട്ടികൾ എന്നാ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് പപ്പയോടോ ചേട്ടനോ ഒക്കെ വീട്ടിൽ കാണുമല്ലോ, അവരോട് പോയി ചോദിക്കും. ഇവരില്ലാത്തവരെന്ത് കാണിക്കും? ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വീഡിയോ കോൾ ചെയ്യാൻ നെറ്റില്ല, എന്ത് ചെയ്യും? ഗോഡ്, കൺഫ്യൂഷൻ ആയല്ലോ. ഇത് കൊള്ളാവോ, ഇത് നല്ലതാണോ, ഇതിങ്ങനെ ഇട്ട് ഞാൻ പുറത്ത് പോട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കും. അവർ അപ്രൂവൽ തരുവാണെങ്കിൽ അവർ പറഞ്ഞാൽ ഓക്കെ വെക്കോ എന്നൊരു. നമ്മൾ കോണാനെ ഇട്ടിട്ട് ഇല്ല, ചേട്ടനും അപ്പനൊക്കെ പറഞ്ഞു മോളെ അടിപൊളിയായിട്ടുണ്ട് ഇട്ടു പോകാന്നാണ് ഈ സിസ്റ്റർ പറയുന്നത്. നല്ലത്, നമ്മള് ക്രിസ്ത്യൻ സിസ്റ്റർ ലിബറലാണ് കേട്ടോ. ചേട്ടൻ പറയാ. ഇനി അടുത്തത് ആണുങ്ങൾക്കും പറഞ്ഞു തരും ആണുങ്ങൾ എന്ത് ചെയ്യണമെന്ന്. തന്നു കഴിഞ്ഞാൽ ആ ബെസ്റ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിങ്ങൾ എവിടെ വേണോ പൊക്കോ. ഓക്കെ, അതുപോലെ ആൺപിള്ളേരാണെങ്കിൽ എന്നാ ചെയ്യണം? നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം അമ്മയെ കാണിക്കണം, അല്ലെങ്കിൽ ചേച്ചിയോ അനിയത്തിയോ ഒക്കെ. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ആണുങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മുടെ അമ്മേനെയോ അല്ലെങ്കിൽ അനിയത്തിനെയോ ചേച്ചീനെയോ കാണിക്കും. ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ കുടുങ്ങും, നമുക്ക് നെറ്റില്ലെങ്കിലും കുടുങ്ങും, അത് വേറെ കാര്യം. പക്ഷേ അവർ ഇതേപോലെ തന്നെ നമ്മൾ ജട്ടിയിട്ട് ഇറങ്ങി അടിപൊളിയായിട്ടാണെന്ന് പറയും. അപ്പോൾ നമ്മൾ ഇറങ്ങി പോകാന്നാണ്, ലിബറലാണ്, മനസ്സിലായില്ലേ? അതായത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ പറഞ്ഞ അത് നമ്മൾ ഇട്ട് പോകണം. നമ്മുടെ ഇഷ്ടം നോക്കേണ്ട ആവശ്യമില്ല. വീട്ടുകാർ അവർ പറയുന്നതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഈ സിസ്റ്റർ നമുക്ക് നൽകുന്നത്. പിന്നെ ഒരു കാര്യം, സൺഡേ ബെസ്റ്റ് കേട്ടിട്ടുണ്ടോ? പിന്നെ അടുത്തത് സൺഡേ ബെസ്റ്റ്, അതായത് നമ്മൾ ഞായറാഴ്ച പോകുന്ന ദിവസം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഞായറാഴ്ച, അതായത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ കുറേ കാലം ക്രിസ്ത്യനായിട്ട് ജീവിച്ചു. ഒരു 20 കൊല്ലമില്ല, ഒരു 10-19 വയസ്സ് വരെ. പിന്നെ നമ്മൾ ഇതൊക്കെ വിട്ടു. നമ്മൾ വെറും കഷ്ട നിരീശ്വരവാദികളാണ്. അതായത് നമുക്ക് ഒരു വിശ്വാസവും ഇല്ല, മനസ്സിലായില്ലേ? അത് സാധാ എല്ലാവരുടെ പോലില്ല, നമ്മൾ കറക്റ്റ് ഹേറ്റിസ്റ്റുകളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്കറിയത്തില്ല. അതെ, അറിയാം, പറഞ്ഞു ഞായറാഴ്ച അങ്ങനെ നമ്മൾ കുറേ കാലം പോയിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ദൈവവിശ്വാസമായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല, അയൽവാസികൾക്കൊക്കെ അറിയാം നന്നായിട്ട്. ഭയങ്കര ദൈവവിശ്വാസികളായിരുന്നു. ഈ 50 ദിവസം നോമ്പെടുക്കും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇറച്ചി മീനൊക്കെ ഒഴിവാക്കിയിട്ട്. പിന്നെ ചിലപ്പോൾ ഈ വെള്ളി ശനി അതൊക്കെ വേറെ കാര്യം, ഞങ്ങൾക്ക് പിന്നെ പറയാം. അത്രേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്രെഡിബിലിറ്റി പറഞ്ഞോളൂ. ഓക്കെ, ഈശോപ്പയുടെ അടുത്ത് പോകുമ്പോ ദൈവത്തിന്റെ അടുത്ത് പോകുമ്പോ ഏറ്റവും ബെസ്റ്റ് ഇട്ടുകൊണ്ട് പോകണം. അതാണ് സൺഡേ ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും
പറയുകയും ചെയ്യുമല്ലോ. ഇനി എന്നാ ഒന്നുമില്ല. അപ്പൊ സിസ്റ്റർ എന്ന് പറഞ്ഞ ഓക്കെ അത് കഴിഞ്ഞ് അപ്പോൾ നിങ്ങളൊരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ആണുങ്ങൾ എങ്ങനെ ഇടണ്ടേന്ന്, അതായത് ആണുങ്ങൾ എങ്ങനെ ഇടണ്ടേന്നുള്ളൊരു മെയിൻ ഫോക്കസ്ഡ് ഒരു വീഡിയോ. അതായത് എങ്ങനെ ഡ്രസ്സാണ്, അത് നമ്മൾ വിചാരിക്കും സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ, നല്ല അത് തെറ്റായ ഒരു ധാരണയാണ്. ആണുങ്ങൾക്കും ഉണ്ട് അത്യാവശ്യത്തിന് ഒരു ഫ്രീഡം ഇല്ലായ്മ, ഒരു ദൈവം നിശ്ചയിച്ചിരിക്കുന്ന രീതിയിൽ വസ്ത്രം ഇടണമെന്ന് ആണുങ്ങൾക്കും ഉണ്ട്. അതിനുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത്. പിന്നീട് മറ്റൊരു ചോദ്യം, അത് നെര്യാണിക്ക് താഴെ വസ്ത്രം അഹങ്കാരമില്ലാതെ ധരിക്കുകയാണെങ്കിൽ, അതായത് ഞെരിഞ്ഞാടി എന്ന് പറയുന്ന സാധനം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് നമ്മുടെ കാലിനൊരു എല്ലില്ലേ അടിയിട്ട്, അപ്പോൾ അതാണ് നെരിഞ്ഞാടി. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അതാണ് സാധനം. അപ്പോൾ ചോദിക്കുന്നത്, അതായത് അതിൻ്റെ അടിക്ക് ഇടുന്നത് എന്തോ കേട്ടോ, അത് കുഴപ്പമുണ്ടോ എന്നാണ്. കാരണം അതായത് അതിൻ്റെ അടിക്ക് ഇടുന്നത് കുഴപ്പമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ചെക്കന്മാരുടെ കാര്യമാണ് പറയുന്നത്. അഹങ്കാരത്തോടു കൂടി നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നതാണല്ലോ പ്രശ്നം. അതല്ലെങ്കിൽ അഹങ്കാരമൊന്നുമില്ലാതെ നല്ലൊരു പാവായിട്ട് അങ്ങനെ ധരിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടോ എന്നാണ്. അതായത് നമ്മൾ ഉദ്ദേശിച്ചത്, അതായത് പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ 2015, 16, 17, 18 ആ ഒരു കാലഘട്ടം വരെ ഇവൻ്റെ സ്കിന്നി പാൻ്റ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ കയറ്റി വെക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്, നമുക്കറിയാലോ. ഈ ഇപ്പോഴത്തെ പുള്ളിങ്കോ എന്നൊക്കെ പറയുന്നത് എങ്ങനെ അവരിടുന്ന ഒരു സാധനമായിരുന്നു, മെയിനായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം ഫുള്ള് ബാഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അതെന്ന് പറഞ്ഞ് ഞെരിങ്ങാടിക്ക് അടിയിലാണ് പോകുന്നത്. നിങ്ങളിപ്പോൾ ഒരു മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, മനസ്സിലായോ? അതുകൊണ്ട് അത് ആ സ്കിന്നി ടൈപ്പ് സാധനമാണ് നമ്മൾ ഇടേണ്ടത്. അത് ഞെരിഞ്ഞാടി, അതായത് ഞെരിഞ്ഞാടി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ എല്ലില്ലേ അവിടെ വരെ ഇടാൻ പാടുള്ളൂ. ഇപ്പോഴത്തെ ചെക്കന്മാർ മുഴുവൻ അവർ അത് ചെയ്യുന്നത് ഹറാമാണ്, മനസ്സിലായില്ലേ? ചോദ്യം ഷെയ്ഖ് നവാസ് റഹിമഹുള്ള വളരെ കൃത്യമായി, ഞാൻ മുൻകൂട്ടി പറഞ്ഞാണ്, പുള്ളി പറഞ്ഞ കാര്യം ഞാൻ കണ്ടതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. പുള്ളി പറയുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെയുള്ള ഒരു സംഭവം വരുന്നുണ്ട്, മനസ്സിലായില്ലേ? അതായത് ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, അതായത് ചോദ്യം ചോദിച്ചത്, അതായത് നമ്മൾ ഞെരിഞ്ഞാടീൻ്റെ അടിയിക്ക് ഇടുന്നത് നമ്മൾ നിഷ്കളങ്കമായിട്ട് ഇടുവാണെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഇടുന്നുണ്ടോ, കുഴപ്പമുണ്ടോ, അത് നിഷ്കളങ്കമായിട്ട് ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ചോദിക്കുന്നത്. അഹങ്കാരത്തോടെ ഇട്ടാലേ കുഴപ്പമുള്ളൂ, അങ്ങനെ സംഭവമായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അതാണ് സംഭവം പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ അഹങ്കാരത്തോടു കൂടി ധരിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നല്ല ഹദീസിൽ വന്നിട്ടുള്ളത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ ഹദീസിൽ കാണാം, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫഹുവ ഫിന്നാർ, രണ്ട് നെരിയാണി വിട്ട് താഴെ പോകുന്ന വസ്ത്രം ഫിന്നാർ, നരകത്തിലാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെ മനസ്സിലായില്ലേ? അതായത് ഇതിന്റെ അടിയിൽ ഇട്ട് നരകത്തിലാണ്. അഹങ്കാരത്തിന്റെ വിഷയം പറഞ്ഞിട്ടേ ഇല്ല. അതേപോലെ പറഞ്ഞു ഈ അതായത് മിക്ക വിശ്വാസികളും അവരുടെ, അതായത് എല്ലാ വിശ്വാസികളുടെ കാര്യമാണ്, എനിക്ക് ഈ ഹിന്ദുക്കളുടെ കാര്യം അറിയത്തില്ല. കാരണം ഞാൻ ഹിന്ദുക്കളായിട്ട് എനിക്ക് അവരുടെ ബുക്കൊന്നും വലുതായിട്ട് പരിചയമില്ല. കാരണം ഞാൻ വളർന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഹിന്ദുക്കളൊക്കെ മെയിനായിട്ട് ഏത്തിസ്റ്റുകളായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ ആകെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ഹിന്ദുവായിട്ട്. പിന്നെ അങ്ങോട്ട് വന്നപ്പോഴും, ഇനി 8ിലോട്ട് വന്നപ്പോഴും നമ്മളത്ര ഹിന്ദുക്കളാണെങ്കിൽ 2 3 എണ്ണേ ഉള്ളൂ. പിന്നെ +2 വന്നപ്പോഴും ഹിന്ദുക്കളില്ല. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ഹിന്ദുക്കളുടെ ബുക്കൊന്നും അത്ര അറിയത്തില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിങ്ങളുടെ കാര്യം എനിക്ക് അത്യാവശ്യം അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ബുക്കുകളിൽ പല പല കാര്യങ്ങൾ പറയും. പക്ഷേ പല വിശ്വാസികളും അത് വളച്ചൊടിക്കും. അതായത് വളച്ചൊടിച്ചിട്ടാണ്, അതായത് ക്രിസ്ത്യൻസ് ഒരിക്കലും പല കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, പക്ഷേ എന്നിട്ടും ആൾക്കാർ ചെയ്യും. അവർ പറയും ദൈവം ഇങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് വളച്ചൊടിക്കും. അതായത് മുസ്ലിങ്ങൾ പറയും ഞങ്ങൾക്ക് ഓണം കൂടാം, ശരിക്കും പറഞ്ഞാൽ അവർക്ക് കൂടാൻ പാടില്ല, ശരിക്കും അവർ ബുക്ക് ഫോളോ ചെയ്യുവാണെങ്കിൽ, മനസ്സിലായില്ലേ? പക്ഷേ വിശ്വാസികൾ അത് വളച്ചൊടിച്ച് വർത്താനം പറയും, മനസ്സിലായില്ലേ? അതാണ് സംഭവം. മിക്ക വിശ്വാസികളും പറയും, ഈ ലിബറൽ വിശ്വാസികൾ മുഴുവൻ അവരുടെ ശരിക്കുമുള്ള വിശ്വാസികളല്ല, അവർ ഉടായ്പാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് നമ്മൾ ബാഗ് ഇട്ട് നടക്കാൻ പാടില്ലെന്നാണ് പുള്ളി പറയുന്നത്, മനസ്സിലായില്ലേ? അതാണ് സംഭവം. അതായത് അത് തെറ്റല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കുമുള്ള വിശ്വാസിയല്ല, നിങ്ങൾ വളച്ചൊടിച്ച വിശ്വാസിയാണ്. 3 ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സംസാരിക്കുകയില്ല. വല യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവർക്കുണ്ടാകുകയുമില്ല. വല യുസക്കീഹിം, അവർ അല്ലാഹു തആല പരിശുദ്ധപ്പെടുത്തുകയുമില്ല. വലഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷയുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ പറഞ്ഞ വളരെ വളരെ ഞെരിങ്ങാടിയിലുള്ള ശിക്ഷകളാണ് ഇപ്പൊ കേട്ടത്, കണ്ടില്ലേ? 1ാമത്തെ വിഭാഗം അൽ മുസ്ബിലു ഇസാറ, ഒരാൾ തന്റെ വസ്ത്രം നെരിയാണി വിട്ട് താഴെ ധരിക്കുക എന്നുള്ളതാണ്. അവിടെ അഹങ്കാരത്തിന്റെ വിഷയം പറഞ്ഞിട്ടില്ല. എന്നാൽ വേറെ ചില റിവായത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇയ്യാക വൽ ഇസ്ബാൽ, നിങ്ങൾ നെരിയാണിക്ക് താഴെ പോകുന്നത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഫൈനഹു മിനൽ മഖീല, അതാണ് അഹങ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നതാണ് അഹങ്കാരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അഹങ്കാരം ഇല്ലാതെ വസ്ത്രം ധരിച്ചു എന്ന് ആരും വിചാരിക്കേണ്ടതില്ല, പറയേണ്ടതില്ല. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ ഈ അടിയിക്ക് ധരിക്കുന്നത് തന്നെയാണ് അഹങ്കാരം, മനസ്സിലായില്ലേ? അല്ലാതെ ഇത് നമ്മൾ അഹങ്കാരം ഇല്ലാതെ ധരിക്കുന്നു എന്ന് പറഞ്ഞ സംഭവം, അത് ധരിച്ചു കഴിഞ്ഞത് അഹങ്കാരമാണ്.
മനസ്സിലായില്ല? അതാണ് സംഭവം, കൺഫ്യൂഷൻ ആയത് ഇല്ല. കാരണം ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത് തന്നെ അത് അഹങ്കാരത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പുരുഷന്മാർ അത് പാൻസ് ധരിക്കുന്നവരാകട്ടെ, മുണ്ടുടുക്കുന്നവരാകട്ടെ, ഏത് വസ്ത്രം ധരിക്കുന്നവരാകട്ടെ, തമീസ് ധരിക്കുന്നവരാകട്ടെ, നെര്യാണി വിട്ട് താഴെ പോകാൻ പാടില്ല. നെര്യാണിയോടൊപ്പമായാൽ അത് തെറ്റുള്ള കാര്യമല്ല. പക്ഷെ നെര്യാണി വിട്ട് താഴെ പോവുക എന്നുള്ളത് അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആണുങ്ങൾക്ക് മനസ്സിലായി, പെണ്ണുങ്ങൾക്ക് മനസ്സിലായി. ഇനി ഒരെണ്ണം കൂടെ കണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ വസ്ത്രധാരണം. ഇത് ഒരു ക്രിസ്ത്യൻ ഒരു പാസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പെണ്ണുങ്ങളെ എന്താ നമ്മൾ പറയുന്നത് എനിക്കറിയില്ല. പെണ്ണുങ്ങളിങ്ങനെ വചനമൊക്കെ പറയുന്നത് എന്താ പറയുക എനിക്കറിയില്ല. പാസ്റ്റർ തന്നെ പറഞ്ഞേക്കാം. പിള്ളേർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇതിലെ എല്ലാവരും ഓട്ടറാണ്. വസ്ത്രധാരണം മോശമല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോഴേ എനിക്കും തോന്നാറുണ്ട്, ഈയിടെ ഒരു അമ്മ ഒരു പെണ്ണെ കൊണ്ട് കൗൺസിലിങ്ങിന് വന്നു, ഒരു കുഞ്ഞു പറ്റിക്കോട്ട് പോലൊരു സാധനം പെണ്ണിട്ടിട്ടുണ്ട്. ഞാൻ ആ അമ്മേനെ തന്നെ എടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ പെറ്റിക്കോട്ട് ഊരി നിങ്ങളൊന്ന് ഇട്ട് നോക്കാം. അത് കൊള്ളത്തില്ല, അമ്മയ്ക്ക് തടി കൂടുതലല്ലേ, പിള്ളേരുടെ സാധനല്ലേ, എങ്ങനെ ഇടാനാ, കളിക്കുന്നു. അല്ല, എങ്ങനെ ഉണ്ടെന്ന് അറിയാം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നാന്നറിയാം, പെൺകുട്ടി അതെന്താ അതിന്റെ അർത്ഥം? അതായത് മോശമാണെന്ന് പറഞ്ഞു, ആ ഡ്രസ്സ് ഞാൻ പറഞ്ഞു, അതിന്റെ അർത്ഥം എന്ന് പറയാം. കുട്ടികളെ ഒത്തിരിയേറെ ചൂഷണം ചെയ്യപ്പെടുന്നു. ഓക്കെ, ചൂഷണം ചെയ്യപ്പെടുന്നു, അതായത് ഈ ഡ്രസ്സ് ഇടുന്നതുകൊണ്ടാണ് ചൂഷണം ചെയ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. സ്വന്തം കുടുംബത്തിനുള്ളിൽ പോലും പാവടാ, സ്വന്തമെന്ന് കരുതുന്നവർ പോലും അവരെ ചൂഷണം ചെയ്യുന്നു. സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ആൺകുട്ടികൾ സെക്ഷലി മിസ്യൂസ് ചെയ്യപ്പെടുന്ന ആൺകുട്ടികളുടെ അതായത് നമ്മൾ പറഞ്ഞ ഈ ആൺകുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ആൺകുട്ടികൾ കുണ്ടന്മാരുടെ എണ്ണം കൂടുന്നുണ്ടെന്നാണ് പറയുന്നത്. ധാരാളമാണ് ഇപ്പോൾ, പഴയ പോലൊന്നും അല്ല. കാരണം ഇവിടെ ഒത്തിരിയേറെ ഹോമോസെക്ഷുവാലിറ്റി വളരുന്നു. ആണിനോടും പെണ്ണോടുമുള്ള പ്രണയം കൂടുന്നു. കുഞ്ഞുങ്ങളുടെ അതായത് പറഞ്ഞ അർത്ഥങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, അർത്ഥങ്ങൾ. അതായത് ഇപ്പൊ പറഞ്ഞ ആ ഡ്രസ്സ് ഇട്ടതിന്റെ കുഴപ്പം പറയാണ്. അത് ഇതാണ് വിശ്വാസികളുടെ പ്രത്യേകത. അതായത് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഹോമോസെക്ഷുവാലിറ്റി കൂടിയത്. അത് ഇതൊരു ലോജിക്കും ഇല്ല. ഇങ്ങനെ ഈസിക്വലിറ്റി ഇട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്, ഒരു അർത്ഥവും ഇല്ല. അതായത് ഹോമോസെക്ഷുവാലിറ്റി കൂടുന്നുണ്ട്, അതിനെന്താ കുഴപ്പം? അല്ല, അതെന്താ, അത് സാധാ പോലെ തന്നെയുള്ളൊരു സംഭവം തന്നെയാണത്. അതായത് നമ്മളിപ്പോൾ ഒരു സാധനം പെണ്ണും ചെറുക്കാനും പോകണമെങ്കിൽ അതേപോലെ തന്നെ സംഭവമാണത്. ഇത് വലിയ സംഭവമല്ല. അതായത് ആ ഡ്രസ്സ് ഇടുന്നതുകൊണ്ട് വരുന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലൊക്കെ തോന്നും. സ്കൂൾ കുട്ടികൾക്കിടയിൽ, കോളേജ് പിള്ളേർക്കിടയിൽ ഒക്കെ ഇത്തരം വൈകല്യങ്ങൾ കൂടുകയാണ്. അവരുടെ രീതികൾ അങ്ങനെയൊക്കെ. ഞാനിവിടെ ഒരു കോളേജിൽ മൂന്നാമത്തെ വസ്ത്രകഥനുള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്നും കാര്യമൊന്നുമില്ല. അതായത് ഇതാണ് ഇവര് ഫുള്ള് ഒരു ഇതുമില്ല. അതായത് എനിക്കിതിനെപ്പറ്റി സയൻറ്റിഫിക് ആയിട്ടൊന്നും അറിയത്തില്ല. കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്തിനാണ് നമ്മളിത് എല്ലാ കാര്യങ്ങളും അറിയുന്നത്? അവിടെ എനിക്കിത് അറിയേണ്ട ആവശ്യമില്ല. എന്താ പ്രശ്നം? ഓക്കെ, അത് സോഷ്യൽ സയൻസ് അല്ല, സയൻറ്റിസ്റ്റുകൾ പറയും, അല്ലാതെ ഈ മതങ്ങൾ പറയേണ്ട ആവശ്യമില്ല. കാരണം അവർ നേരെ പറയും ഇത്ര വലിയ ഇഷ്യൂ, ലോകത്ത് ഇത്ര ഇഷ്യൂകളുണ്ട്. അത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് കൊണ്ട് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ആൾക്കാർ നമ്മളെപ്പോൾ അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സും ന്യൂസും ഇവരൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു പ്രശ്നം അത്ര വലിയ പ്രശ്നമാണെങ്കിൽ അത് ഒഴിവാക്കും. അത് പറയേണ്ടത് എക്സ്പേർട്സ് ആണ്, അല്ലാതെ ഇവിടെ ഈ ബൈബിളും മറ്റേ ഇതൊക്കെ പിടിച്ച് നടക്കുന്ന ആൾക്കാരല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതൊരു പ്രശ്നമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അത്രയേ ഉള്ളൂ. അതുവരെ ബൈ. അപ്പോൾ ഡ്രസ്സ് മാന്യമായി ധരിക്കുക. ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, കൂടുതലായി വിശ്വസിക്കുക. എന്നിട്ട് അവസാനം എല്ലാ വികലത്തിലും അങ്ങ് പറഞ്ഞു നിർത്തി പോകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിശ്വാസത്തിന് കോട്ടം വരണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആ വിശ്വാസത്തിൻ്റെ ആ ഒരു ബുക്കില്ലേ, അതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് വായിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നി തുടങ്ങും, ഈ വികലത്തിലാണല്ലോ, ഈ ദൈവം ഒരു മുണ്ണയാണല്ലോ എന്നൊക്കെ തോന്നി തുടങ്ങും എന്നാണ് ഞാൻ പറയുന്നത്. അതായത് വിശ്വാസികൾ കൂടുതൽ പഠിക്കുക, എങ്ങനെ വളരുക എന്ന് മാത്രമേ ഉള്ളൂ നമുക്കിത്ര ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇതൊരു വലിയ വിഷയമൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.